നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു പേര് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്വർണത്തിന് വില വളരെയധികം കൂടി വലിയ റിട്ടേൺസ് ലഭിച്ചതിന് ശേഷം സ്വർണമാണോ വെള്ളിയാണോ നല്ലതെന്നുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം. നമുക്കറിയുന്ന പോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ലോഹമാണ് സ്വർണം. അത് കാലാകാലങ്ങളായിട്ട് ചരിത്രാതീത കാലത്ത് തന്നെ അതാണ് അവസ്ഥ. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിൽ സ്വർണം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ട് കൂടിയാണ് കരുതപ്പെടാറുള്ളത്. അക്ഷയ തൃതീയയുടെ കാലത്ത് നമ്മുടെ PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഡേറ്റ പുറത്തു വന്നത് കുറച്ച് കൗതുകകരമായിരുന്നു. ആ ഒരു ഒറ്റ ദിവസത്തെ സെയിൽ എന്ന് പറയുന്നത് 140 കോടി രൂപയുടെ സെയിലാണ് നടന്നത്. പക്ഷേ ഇതിൽ ഈ വർഷം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ തൃതീയ ദിവസം സ്വർണവും വെള്ളിയും വാങ്ങിച്ചെങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ വിൽപ്പനയിലുണ്ടായ വർധനവ് ഏകദേശം 1.5% മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം വെള്ളിയാകട്ടെ 90% വർദ്ധിച്ചു എന്നർത്ഥം. അതായത് കൂടുതൽ ജനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ്, അവര് സ്വർണത്തിന് പകരം വെള്ളി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ വാങ്ങിക്കുന്നത് വെറും ഫാൻസി ആയിട്ട് മാത്രമല്ല, ഒരു നിക്ഷേപം എന്ന രീതിയിൽ വാങ്ങിക്കുന്ന വെള്ളി ആഭരണങ്ങൾ വാങ്ങിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വർണത്തിന്റെ വിലവർധനയെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വർണത്തിന്റെ വിലയും വിലവർധനയെ കുറിച്ചുമുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, സ്വർണത്തിന്റെ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളായിട്ടുള്ള വിലവർധനവ് അത് കുറച്ച് അസ്വാഭാവികം തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഏകദേശം ഒരു 3 മാസത്തിലേറെയായിട്ട് സ്വർണത്തിന്റെ മുകളിൽ ഹെഡ്ജ്ഡ് പൊസിഷൻസ് എടുക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നും നമ്മൾ കാണുന്നില്ല. HNIs അവസ്ഥയും വിഭിന്നമല്ല. ഈ ഒരു അവസ്ഥയിലാണ് പലരും സിൽവറിനെ കുറിച്ച്, വെള്ളിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സിൽവറിനെ കുറിച്ചുള്ള ചില നമ്പേഴ്സ് ഒക്കെ നോക്കുന്നത് കുറച്ച് ഗുണകരമായിരിക്കാം. അതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഇത് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളത്. സ്വർണത്തിന് നമ്മൾ പറയുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം, സ്വർണത്തിന്റെ ഏകദേശം 99% ഉപയോഗിക്കപ്പെടുന്നത് അതൊരു നിക്ഷേപമായിട്ടോ ഒരു ഹെഡ്ജ് ഇൻസ്ട്രുമെന്റ് ആയിട്ടോ ആണ്. നിക്ഷേപമോ ഹെഡ്ജ് ഇൻസ്ട്രുമെന്റോ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആഭരണങ്ങൾ, ഫാൻസിക്ക് വേണ്ടി വാങ്ങിക്കുന്നവ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. കാരണം ആഭരണം സ്വർണത്തിന്റെ തന്നെ വാങ്ങിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നും അല്ലല്ലോ, ഭാവിയിലേക്ക് അതൊരു നിക്ഷേപം കൂടിയായിട്ട് കരുതപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്വർണ്ണം പൂശിയ ആഭരണങ്ങൾ വാങ്ങിച്ചാൽ മതിയല്ലോ. അതേസമയം ഇതിന് വ്യാവസായികമായിട്ടുള്ള ഉപയോഗം തുച്ഛമാണ്. അതേസമയം വെള്ളിയിലേക്ക് വരികയാണെങ്കിൽ വെള്ളിക്ക് ആഭരണം എന്ന രീതിയിൽ ഉള്ള അത്രയൊക്കെ തന്നെയോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഉപയോഗം അത് വ്യാവസായികമായിട്ട് തന്നെയാണ്. വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ 2024 ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 680 മില്യൺ ഔൺസിന്റെ ഒരു ഡിമാൻഡാണ് 2025 കൂടിയിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ഏകദേശം 5% അടുത്ത് വരുന്ന ഒരു വർധനവ് അതിന് മുമ്പത്തെ വർഷത്തിനേക്കാളും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമെന്ന് കരുതപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും ഇന്നത്തെ രീതി നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷനും അതേപോലെ തന്നെ മിക്ക രാജ്യങ്ങളും അത് അഡോപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോവോൾട്ടൈക്സ് എല്ലാം ആകട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള സോളാർ ഇന്റഗ്രേറ്റഡ് പാനൽസ് ആകട്ടെ, അതുപോലെ ഇലക്ട്രോണിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പല മൊഡ്യൂൾസ് ആകട്ടെ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ആകട്ടെ, ഇവയിലെല്ലാം സിൽവറിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യയിലേക്കുള്ള സിൽവറിന്റെ ഇറക്കുമതികൾ കുത്തനെ കുതിച്ചു ചാടിയത്. 2024 മൊത്തം ഇറക്കുമതി എന്ന് പറയുന്നത് 4500 ടണ്ണിന്റെ അടുത്താണ്. മനസ്സിലാക്കേണ്ട കാര്യം, 2022 അത് വെറും 560 ടൺ ആയിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ വെള്ളി ബഹുഭൂരിപക്ഷവും പോയിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് വെള്ളിയുടെ വിലയെ കുറിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. വെള്ളിയുടെ വില വളരെയധികം വോളട്ടിലിറ്റി പ്രകടമാക്കുന്ന, ചാഞ്ചാട്ടങ്ങൾ പ്രകടമാക്കുന്ന ഒരു വിലയാണ്. 1990 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളിയുടെ വില ഏകദേശം സ്റ്റേബിൾ ആയിട്ട് നിന്നിരുന്നു, മാറ്റമില്ലാതെ നിന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ 2004 മുതൽ 2011 വരെയുള്ള കാലഘട്ടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 6 ഇരട്ടിയായിട്ട് ഒറ്റയടിക്ക് വർദ്ധിച്ചു. 2011 ഏകദേശം $50 അടുത്തെത്തി 1 ഔൺസ് വെള്ളിക്ക്. അതിനുശേഷം 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ 70% ഏറെയുള്ള ഒരു കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തന്നെ 2019 മുതൽ ഇങ്ങോട്ട് വെള്ളി മോശമില്ലാത്തൊരു ബുൾറാലി തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, ലോകം മുഴുവൻ ഒരു 2017 കാലഘട്ടങ്ങൾ മുതൽ ഒരു ഉണർന്നു വന്നിട്ടുള്ള ഒരു സോളാർ മാനുഫാക്ചറിങ് ടെക്നോളജീസിന്റെ ഒരു പുതിയ ഉണർവായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 2019 മുതൽ 2025 വരെ കാലയളവിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 20% എന്ന CAGR വെള്ളിയുടെ വില ഉയർന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു
കാലഘട്ടത്തിൽ സ്വർണം മാത്രമല്ല നേട്ടം നേടിത്തന്നത്, വെള്ളിയും നേടിത്തന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഉണ്ട്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എന്ന് പറഞ്ഞ സോളാർ പാനലിലാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 15 സ്ക്വയർ ഫീറ്റ് സോളാർ പാനൽ നിങ്ങൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ അത്യാവശ്യം 20 ഗ്രാമോളം വെള്ളി ഉണ്ടാവും സാധാരണ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറയുന്ന പാനൽ പ്രൊഡക്ഷൻ്റെ അകത്ത് എന്തുമാത്രം വെള്ളിയുടെ ആവശ്യം വരുന്നു എന്നുള്ളത്. ഈ ഒരു ഡിമാൻഡ് അടുത്ത കാലത്തൊന്നും സ്ലോ ഡൗൺ ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നുമില്ല. മറ്റൊന്നുള്ളത്, വെള്ളിയുടെ വില താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തുന്നു വെച്ച് കഴിഞ്ഞാൽ സപ്ലൈസിലുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ തന്നെയാണ്. സ്വർണം പോലെ തന്നെ ഏകദേശം 118 മില്യൺ ഔൺസിന്റെ വെള്ളിയുടെ സപ്ലൈ ഉണ്ടാകുന്ന ഷോർട്ടേജ് 2028 കൂടി ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം പോലെ തന്നെ വെള്ളിയും ഒരു ഇൻഫ്ലേഷൻ ഹെഡ്ജ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് FD ഇടുന്നതിന് പകരം ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ലഭിക്കും എന്നുള്ള രീതിയിലാണ് സ്വർണം പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. കൂടാതെ കഷ്ടകാലങ്ങളിൽ അത് റിട്ടേൺസ് തരും. വല്ല എക്കണോമിക് ക്രൈസിസ് വരികയാണെങ്കിലോ യുദ്ധം വരികയൊക്കെ ആണെങ്കിലോ മോശമില്ലാതെ വില കൂടും എന്നുള്ളത് പോലെ തന്നെ വെള്ളിയും വില കൂടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് പലരും വെള്ളി സൂക്ഷിക്കുന്നത്. സ്വർണം കയ്യിലുണ്ട്, ബോണ്ടുകൾ കയ്യിലുണ്ട്, ഇക്വിറ്റി കയ്യിലുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വെള്ളി എന്ന് പറയുന്ന അതർ മെറ്റൽസ് എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇരിക്കട്ടെ എന്ന് കരുതുന്നവരുമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടും ആഭരണം എന്ന രീതിയിൽ സ്വർണത്തിനുള്ള പ്രാധാന്യത്തെ കവിഞ്ഞ് ഇതിന് വ്യാവസായികമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ട് എന്നതിനാലും വെള്ളി പലപ്പോഴും പലരും പ്രിഫർ ചെയ്യുന്നു. മറ്റൊരു കാര്യം പോസിറ്റീവായിട്ടുള്ളത്, നമ്മൾ വെള്ളിയുടെയും സ്വർണത്തിന്റെയും വില എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വെള്ളിയുടെയും സ്വർണത്തിന്റെയും വില ആനുപാതികമായിട്ടുള്ളതാണ് ഒരു 90% സമയങ്ങളിലും കയറ്റിറക്കങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. കോറിലേഷൻ ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. വലിയ ഡീവിയേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു ബുള്ളിയൻ അസറ്റ് അത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇക്വിറ്റി പോലെ അങ്ങോട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കി കാണാൻ കഴിയില്ല. അതുകൊണ്ട് സാധാരണ രീതിയിൽ വേണമെങ്കിൽ ഗോൾഡ് ടു സിൽവർ റേഷ്യോ ആണ് നമ്മൾ നോക്കാറ്. ഈ പേര് പറയുന്ന പോലെ തന്നെ 1 ഔൺസ് ഗോൾഡിന്റെയും 1 ഔൺസ് സിൽവറിന്റെയും വിലയിലുള്ള അനുപാതമാണ് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് ടു സിൽവർ റേഷ്യോ 60ന്റെ മുകളിലേക്കൊക്കെ ആണെങ്കിൽ സിൽവറിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ളതാണ്. ഗോൾഡ് ടു സിൽവർ റേഷ്യോ 60 എന്ന് പറയുമ്പോൾ 1 ഔൺസ് ഗോൾഡിന് 60 ഔൺസ് സിൽവർ തത്തുല്യമായിട്ട് കണക്കാക്കാമെന്നർത്ഥം. അപ്പോൾ ഇതിലേറെ മുകളിലേക്ക് പോയാൽ, അതായത് 1 ഔൺസ് ഗോൾഡിന് 90 ഔൺസ് സിൽവർ എന്നൊക്കെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സിൽവറിന്റെ വില വളരെയധികം കുറഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ. അപ്പൊ ആ ഒരു സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ വലിയ തെറ്റ് കാണാൻ കഴിയില്ല. കാരണം ഗോൾഡിന്റെയും സിൽവറിന്റെയും വില വളരെയധികം പലപ്പോഴും ചേർന്ന് പോകുന്ന രീതിയിലാണ് ചരിത്രം കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ എന്താണ് ഗോൾഡ് ടു സിൽവർ റേഷ്യോ? ചില മാർക്കറ്റിൽ പല പല വില ഉള്ളത് കൊണ്ട് തന്നെ 85 മുതൽ 95 വരെ ചാഞ്ചാടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും 60ന്റെ മുകളിലാണ്. അപ്പോൾ നിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്ഷേപ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അടുത്ത കുറച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. ഭാവിയിലേക്കുള്ള സിൽവറിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കറിയുന്ന പോലെ തന്നെ സിൽവറിന് കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് വരെ മോശമില്ലാത്ത ഒരു വാങ്ങൽ സമ്മർദ്ദം ഉണ്ടായിരുന്നത്. സിൽവർ ഒരു ഫാൻസി എന്ന രീതിയിലായിരുന്നു, ഓർണമെന്റ്സിന് വേണ്ടിയിട്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് സിൽവറിന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഉപയോഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതിനെന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിനോ അലൂമിനിയത്തിനോ ഇതേപോലുള്ള ഇൻഡസ്ട്രിയൽ റെലവെന്റ് ആയിട്ടുള്ള മെറ്റൽസിന് ഉള്ളതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതൊരു ഹെഡ്ജ് മെറ്റൽ ആണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു സാങ്കത്യം നഷ്ടപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഇതിന് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൊണ്ട് മുകളിലേക്ക് പോകുന്നു ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി തളരുമ്പോൾ സിൽവറിന്റെയും വില തളരും. കാരണം 90% ഇൻഡസ്ട്രിയൽ ഡിമാൻഡും 10% ആഭരണങ്ങൾക്കുള്ള ഡിമാൻഡും ആണെങ്കിൽ വ്യവസായം മന്ദീഭവിക്കുമ്പോൾ ഈ 90% ഡിമാൻഡ് കുറയുന്നതുകൂടെ ഗോൾഡിന് വില കൂടിയാൽ പോലും സിൽവർ അത്രയ്ക്കും കോറിലേറ്റ് ചെയ്യില്ല എന്നർത്ഥം. പക്ഷെ അത്തരത്തിലേക്ക് സിൽവറിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് വരണമെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമുക്ക് 2-3 വർഷങ്ങളെങ്കിലും ഇതേ രീതിയിലുള്ള സിൽവറിന്റെ ഡിമാൻഡ് ഇൻഡസ്ട്രി ആയിട്ട് നടക്കണം. അതുവരെ ഗോൾഡ് സിൽവറും ഏകദേശം വലിയ മോശമില്ലാത്ത ഒരേ രീതിയിൽ തന്നെ മുകളിലേക്ക് പോകും എന്ന് വേണം കണക്കാക്കാൻ. ഗോൾഡ് ടു സിൽവർ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഒരു ഫെയർലി പ്രൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് സിൽവറിന്റെ വില കാണാവുന്നതാണ്. അപ്പോൾ സിൽവറിൽ നിക്ഷേപിക്കണമെന്നുള്ളവർ ഒന്ന് സാധാരണ പറയുന്ന പോലെ ബാറൊക്കെ ആയിട്ടൊക്കെ വാങ്ങിക്കാം, അതൊരു കാര്യം. പക്ഷെ സൂക്ഷിക്കാൻ വേണ്ടി മറ്റു വഴികളൊക്കെ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ETF നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് സിൽവറിന്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ ഉള്ള ഒരു ഗുണങ്ങൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ സിൽവറൊക്കെ ബിൽഡ് ചെയ്യുന്ന പല കമ്പനികളും ഒക്കെ ഉണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെ പോലത്തത്,
കുറഞ്ഞ കമ്പനികൾ മാത്രമേ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാലും അതുപോലെയുള്ള കമ്പനികൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ സിൽവറിന്റെ വില വർധനവിലുള്ള ഡിമാൻഡ് വർധനവിലുള്ള ഒരു ഗുണം എന്തുകൊണ്ടും ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.